വ്യാഴാഴ്ചയും ഒക്കെ നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ 100-ലേറെ വരുന്ന ഉസ്താദുമാരും കുട്ടികളും അടക്കമുള്ള ആളുകളുടെ നമസ്കാര സൗകര്യം, ഖുർആൻ പഠനം, അതോടൊപ്പം തന്നെ ഹിഫ്ദിന്റെ ക്ലാസുകൾ, 200ഓളം സ്ത്രീകൾ റമദാനിൽ നമ്മുടെ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഖത്മ് പൂർത്തിയാക്കിക്കൊണ്ടുള്ള പൊതുജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായ ഒരു സൗകര്യം നൽകുവാൻ കഴിയും. 100 കണക്കിന് ആളുകൾ ഈ സ്ഥാപനത്തിൽ നിന്നും തൊട്ടടുത്ത മുബാറക് മസ്ജിദിലേക്ക് ചെന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഈമാനുള്ള ഒരു കേന്ദ്രം കൂടിയാണിത്. അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജിയും അദ്ദേഹത്തിന്റെ മന്നയാണത്. നേരത്തെ ബഹുവന്യ മൗലാന ദുആ ചെയ്തതുപോലെ അള്ളാഹു വളരെ ശ്രേഷ്ഠമായ ഒരു സദസ്സാണിത്. നാം ഇവിടെ കൂടിയിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെയും ദീനിന്റെയും അറിവ് സമ്പാദിക്കുന്ന ഒരു പറ്റം ആളുകൾ മാത്രം ദുന്യവിയായ ഒരു ലക്ഷ്യങ്ങളുമില്ലാതെ ആഖിറത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടമാണ്. അഭ്യുദയകാംക്ഷികളായ നമ്മളെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിത തിരക്കിനിടയിൽ നല്ല ദീനി ഭൗതിക കലാലയം ഉണ്ടാകണമെന്നുള്ള എൻ്റെ പിതാവിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ആളുകളെ കൂട്ടുകയും അവരെ ചേർത്ത് നിർത്തിയുമൊക്കെ ഇതുവരെയും ആയി. അല്ലാഹു തആല ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ യഥാർത്ഥത്തിൽ ആര്യാരോട് ചോദിച്ചത്, അദ്ദേഹം ആഗ്രഹിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു സൗകര്യമാണ് ചോദിച്ചതെങ്കിൽ ഞാനൊരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നെ തന്ന ആ ഒരു അവസ്ഥയിൽ എങ്ങനെ ഇതിന് നന്ദി രേഖപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. കാരണം വർഷങ്ങളായി ഞങ്ങൾ അനുഭവിച്ച ആ ബുദ്ധിമുട്ട് ബഹുമാനപ്പെട്ട ആശുപത്രി പറയുകയില്ല. പലരും പറയാറുണ്ട്, സാമ്പത്തികമുള്ള ആളുകളുമായിട്ടുള്ള സഹകരണം മാത്രമാണുള്ളത് എന്നുള്ള ആരോപണം എല്ലാ കാലത്തും കേൾക്കാറുണ്ട്. ഞാൻ ഈ നാട്ടിലുള്ള സാമ്പത്തികമുള്ള അല്ലെങ്കിൽ സമ്പത്ത് ചെലവഴിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകളെ അവരെ എങ്ങനെ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഈ നാടിനുമൊക്കെ ഗുണകരമാക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. 30 വർഷത്തെ സേവനത്തിൽ കൂടി ഒരു ഭാഗത്ത് സക്കാത്തിന്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ തൗഫീഖ് പടച്ചതമ്പുരാൻ കൂടി നൽകിയെങ്കിൽ 1 സെന്റ് പോലും ഭൂമിയില്ലാത്ത അനേകം ആളുകൾക്ക് 3 സെന്റ് ഭൂമിയും അല്ലെങ്കിൽ വീടും ഒക്കെയായി തൊഴിലും ഒക്കെയായി ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സ്ഥാപനത്തിനെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അതിന് സാമ്പത്തികമുള്ളവരെ സമീപിച്ചാല് സാധിക്കുമെന്ന് മനസ്സിലാക്കി സമ്പത്തുള്ള ആളുകളുടെ സമ്പത്തിനെ എങ്ങനെ ദീനിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാമെന്ന ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആളുകളുമായി സഹകരിച്ചതും. അങ്ങനെ ഈ സ്ഥാപനം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി, അത് ഞാൻ വിശദമായി പറയാനുള്ള സന്ദർഭമല്ലാതെ ഞാൻ കിടക്കുന്നില്ല, എല്ലാവരുടെയും സഹകരിക്കുന്നവരൊക്കെ ഒപ്പം കൂട്ടി നിർത്തി ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇനിയും ആയിട്ടില്ല. ഈ സ്ഥാപനം കാലഘട്ടത്തിന്റെ അനുസരിച്ച് ഒത്തിരി ഉയരാനുണ്ട്. നിങ്ങളുടെയൊക്കെ സഹകരണം ഭാവിയിലും ഉണ്ടാകണമെന്നും ഹാജിയാരുടെയും ഒക്കെ ആ കുടുംബത്തിന്റെ ആ സഹകരണം ഇതൊരു വലിയ സഹകരണമാണ്. Respected guests and honorable ulama of this madrasa, ulama of this region that is called Erapupatta. Basically that it is my 3rd trip to this place. 3rd time I came here, and I'm really glad that I've been given the opportunity to express my thoughts again and again right in front of the gathering that is so special to me. I heard a lot about this place, and I heard that the people of this region are so enthusiastic, so emotional, and so practical
about their deen, about their religion. And that is an amazing attribute to have. First of all, I would like to express my heartfelt gratitude and thank to the people, to the management of this madrasa who invited me in this madrasa to express my thoughts. And I'm really glad that this beautiful mosque, this beautiful masjid has been inaugurated, the house of Allah. വളരെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ നിൽക്കുക. കാരണം ഞാൻ MLA ആയ നാൾ മുതൽ ഈ ഫൗസിയ ട്രസ്റ്റിനെയും ഇവിടുത്തെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയ നാൾ മുതൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു അഭ്യുദയകാംക്ഷിയും ബന്ധുവും ഒരു അനൗദ്യോഗിക അംഗവുമായി ആണ് ഞാൻ എന്നെ തന്നെ കണക്കാക്കുന്നത്. കാരണം അത് ഏറ്റവും നല്ല ആധ്യാത്മികമായിട്ടുള്ള, മാനുഷികമായിട്ടുള്ള, ദൈവികമായിട്ടുള്ള ഒട്ടേറെ സൽപ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഈ ഫൗസിയ ട്രസ്റ്റും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എങ്ങനെ ഇതിന്റെ അഭ്യുദയകാംക്ഷിയും ബന്ധുവും എന്നൊക്കെ വിശേഷിപ്പിക്കാൻ മുതിർന്നത് എന്ന് സൂചിപ്പിക്കട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന ഏറെ ആദരണീയനും ബഹുമാന്യനുമായ ഉനൈസ് മൗലവിയെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെയും പ്രത്യേകമായി നാടിന്റെ ജനപ്രതിനിധി എന്നുള്ളതിൽ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനും അവർക്കെല്ലാം പിന്തുണയും ഐക്യദാർഢ്യവും അറിയിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം ഇത്തരം മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നൈസ് മൗലവിയുടെ പിതാവായ മർഹൂം ഈസാ മൗലവിയെയും ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഖബർ നാഥൻ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ ഇവിടെ നടക്കാൻ പോകുന്ന ഈ ഖുർആൻ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വലിയൊരു വിളക്കാണ്, ഒരു വെളിച്ചമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെട്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും എന്നതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉജ്ജ്വലമായ ജീവിതം നയിക്കാൻ ഒരാളെ പ്രാപ്തനാക്കാൻ വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ തരത്തിലുമുള്ള പിന്തുണയും മാർഗവും എല്ലാം തെളിച്ചു നൽകുന്നതാണ് ഖുർആൻ പഠനത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച. ഖുർആൻ ഉൾക്കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന വഴിയെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഒരു അക്രമിയാവാൻ കഴിയില്ല, ഒരിക്കലും ഒരു വർഗീയവാദിയാവാൻ കഴിയില്ല, ഒരിക്കലും ഒരു തിന്മ ചെയ്യുന്നവനാവാൻ കഴിയില്ല. സന്മാർഗത്തിലും സഹജീവികളെയും എല്ലാ മനുഷ്യനെയും സഹോദര നിർവിശേഷമായ സ്നേഹ മനോഭാവത്തോടെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനേ അങ്ങനെ ഒരാൾക്ക് കഴിയുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിനിധിയാണ് ഞാൻ. നീ മൃഷ്ടാന്നമായി ഭക്ഷിക്കുമ്പോൾ നിന്റെ ചുറ്റുമുള്ള വീടുകളിൽ ആവശ്യത്തിന് ആഹാരമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവർക്കും കൂടി തൃപ്തികരമായ ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് മാത്രം ഭക്ഷിക്കാൻ ഇരിക്കുന്നവനാവണം. എനിക്ക് യോജിച്ചവനല്ലാത്തവൻ എനിക്ക് ചേർന്നവനല്ല എന്നുള്ളതാണ് തിരുവചനങ്ങൾ. ഈ നാടിന്റെ അഭിമാനമാണ്. നമുക്കറിയാം, ജാമിഅത്തുൽ ഫൗസിയ വികസനത്തിന്റെയും പുരോഗതിയുടെയും പടവുകൾ കയറി പോവുകയാണ്. ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളുമായി ഈ മേഖലയിലെ വൈജ്ഞാനിക രംഗത്ത് വലിയൊരു കുതിച്ചുകയറ്റം തന്നെ നടത്തി മുന്നോട്ട് പോകും. അറിവ് നേടുക, വിജ്ഞാനം നേടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യം. ആ നിർബന്ധമായ അറിവ് നേടുന്നതിൽ ഏറ്റവും പരമപ്രധാനമായ നിർബന്ധം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ അനുഷ്ഠാനങ്ങളിലുള്ള അറിവ് നേടുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതാനുഷ്ഠാനങ്ങളിലുള്ള അറിവാണ് ഏറ്റവും പ്രധാനം. ആ അറിവ് നേടിയതിനു ശേഷമാണ് മറ്റെല്ലാ അറിവുകളിലേക്കും കടന്നു പോകേണ്ടത്.
നിശ്ചയമായിട്ടും വിദ്യാഭ്യാസ കാലഘട്ടം, വിദ്യാർത്ഥി പ്രായം മുതൽ ഏറ്റവും മുതിർന്ന സീനിയർ സിറ്റിസൺസിന് വേണ്ടി വരെ ആ നിലയിലുള്ള മതപരമായിട്ടുള്ള ധാരാളം അറിവുകൾ സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട്